നാം ദൈവം ഒരുക്കുന്ന വഴികളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നാണോ ജീവിക്കുന്നത്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ നാമത്തിൽപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിൽ ദൈവജനമായി നിൽപ്പാൻ നിൽക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഹോശേയ പ്രവചനം 13-ാം അധ്യായമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു, എന്നാൽ ബാൽ മുഖാന്തരം മരണപ്പെടുവാനിടയായി എന്ന്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ മേച്ചിലുള്ളതുപോലെ അവർ മേഞ്ഞു, തൃപ്തിയായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു, അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും, വള്ളിപ്പുലിയെ പോലെ ഞാൻ പതിയിരിക്കും, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരെ കീറിക്കളയുമെന്നൊക്കെയും അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉദിക്കുന്നതാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത്. തൻ്റെ ജനം ദൈവം ഒരുക്കി കൊടുത്ത എല്ലാ നന്മകളും അനുഭവിച്ചവർ തൃപ്തി പ്രാപിച്ചപ്പോൾ അവരുടെ ഹൃദയം ഉയരുവാനും നിഗളിപ്പാനും അവർ അന്യ ദൈവങ്ങളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, ബിംബങ്ങളിലേക്കൊക്കെയും ചായുവാനും ഇടയായി. അവർ ആ വിഗ്രഹങ്ങളോട്, സംസാരിപ്പാൻ കഴിയാത്ത വിഗ്രഹങ്ങളോട് അവർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജനം തന്നെ മഹത്വപ്പെടുത്താതെ മറ്റു വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ നേരെ വരുന്നതാണ്. അവർ സിംഹം പോലെ അവരെ കീറിക്കളയുമെന്നാണ് പറയുന്നത്. ദൈവം ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, തൻ്റെ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തെ ഒരു നാളും മറന്നു പോകാൻ ഇടയാക്കരുത്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. നാം ദൈവം ഒരുക്കുന്ന വഴികളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നാണോ ജീവിക്കുന്നത്? ഈ പ്രഭാതം നമ്മെ ചിന്തിപ്പിക്കുവാനിടയാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ തരുന്ന നന്മകൾ എന്തു തന്നെയായിരുന്നാലും, ഉയർച്ചകൾ എന്തു തന്നെയായിരുന്നാലും നാം ഒരിക്കലും ദൈവത്തെ മറന്നു പോകാൻ ഇടയാകരുത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ: നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരണമെന്ന്. ഈ ജീവനുള്ള ദൈവം ആരെന്ന് മറ്റുള്ളവരെ അറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകണം. ദൈവം തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നാം അനുഭവിക്കുമ്പോൾ നാം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദിനംതോറും നമ്മെ തന്നെ പുതുക്കിക്കൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, എത്ര തൃപ്തി അടഞ്ഞാലും എൻ്റെ കർത്താവ് മാത്രം, എൻ്റെ ദൈവം മാത്രമേ എനിക്ക് മതി എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം.